മുറിവൊന്നും കാണാനില്ല ഡോക്ടർ ഷീല. പഴുപ്പും വേദനയുമുണ്ട്, അവർ പറഞ്ഞു. ഞാൻ അവരുടെ കാലുകൾ പരിശോധിച്ചപ്പോൾ അവർ വിമ്മിട്ടപ്പെട്ടതായി എനിക്ക് തോന്നി. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തു പറ്റി? ഞാൻ ചോദിച്ചു. എൻ്റെ മനസ്സിന് തീരെ സുഖമില്ല, അവർ പറഞ്ഞു. എന്താ ഉണ്ടായത്? അവർ എൻ്റെ ഭർത്താവിനെയും മകളെയും വശീകരിച്ചു കഴിഞ്ഞു. എൻ്റെ മകളെ തൻ്റെ ഒപ്പം ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകുമെന്ന് അവർ എന്നോട് പറഞ്ഞു. അമ്മിണിക്കുട്ടിയാണ്. അവൾക്ക് ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും അറിയില്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ അമ്മിണിക്കുട്ടിക്ക് വേണ്ടിയാണ്. അവളെ ആ സ്ത്രീ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയാൽ ഞാൻ വ്യസനം കൊണ്ട് മരിച്ചു പോവും. സുധാകരൻ അമ്മിണിയുടെ പോക്കിനെ പറ്റി എന്തു പറയുന്നു? അദ്ദേഹം അത് അനുകൂലിക്കുന്നു. ഒരുപക്ഷെ താമസിയാതെ അദ്ദേഹവും അങ്ങോട്ട് പോകുമായിരിക്കാം. അവരുടെ രണ്ടാം ഭർത്താവും മരിച്ചെന്നാണ് കേട്ടത്. അതുകൊണ്ട് അവൾ എൻ്റെ ഭർത്താവിനെ തേടി ഇന്ത്യയിലേക്ക് വന്നതായിരിക്കാം. കരയരുത്. സുധാകരൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് എങ്ങും പോവുകയില്ല. സുധാകരനും കല്യാണിക്കുട്ടിയും 2 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചവരാണ്. സ്വരച്ചേർച്ചയില്ലാത്തതുകൊണ്ട് പിരിഞ്ഞവർ. ഇനി അവർ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കുകയില്ല. കല്യാണിക്കുട്ടിക്ക് മക്കളില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകളെ കൊണ്ടുപോയി സംരക്ഷിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരിക്കാം. നിങ്ങൾക്ക് അമ്മിണിയെ പിരിഞ്ഞ് ജീവിക്കാൻ വയ്യ എന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം, പോരെ? ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിനോട് നല്ലത് ഉപദേശിച്ചു കൊടുക്കൂ, അവർ പറഞ്ഞു. നിങ്ങൾ ഭയപ്പെടേണ്ട. എനിക്ക് ബാല്യകാലം മുതൽക്കേ കല്യാണിക്കുട്ടിയെ അറിയാം. അവൾ ബുദ്ധിയില്ലാത്തവളാവാം, പക്ഷേ ദയാശൂന്യയല്ല. ഞാൻ അവരോട് സംസാരിക്കാം. അന്ന് സന്ധ്യയ്ക്ക് കല്യാണിക്കുട്ടി എന്നെ കാണുവാൻ വന്നു. അവൾ സന്തുഷ്ടയായി കാണപ്പെട്ടു. അമ്മിണിയെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു. ഈ വക കാര്യങ്ങളിൽ തലയിടാതെ കഴിയുകയാണ് നിനക്ക് നല്ലത്. എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ആരും അനാവശ്യമായി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, അവൾ പറഞ്ഞു. അമ്മിണി നിൻ്റെ സ്വകാര്യ ജീവിതമാണോ? അമ്മിണി എന്നെ ആരാധിക്കുന്നു. അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം സാധിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും. പക്ഷേ അമ്മിണിക്കുട്ടിക്ക് 19 വയസ്സാണ് പ്രായം. അവളെ രോഗിണിയായ അമ്മയിൽ നിന്ന് പിടിച്ചു വലിച്ച് ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകുന്നത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഒട്ടും ശരിയല്ല. അവർക്ക് മകളുമായി പിരിഞ്ഞ് ജീവിക്കാൻ സാധ്യമല്ല. അമ്മിണി വിവാഹം ചെയ്ത് വീട് വിട്ടാൽ അവളുടെ അമ്മ എന്തു ചെയ്യും? വിവാഹത്തിലും സുദൃഢമാവും ഞാനും അവളും തമ്മിലുള്ള ബന്ധം. എനിക്കിനി ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ മനസ്സില്ല. നീ അവളെ കേടുവരുത്തുവാനുള്ള ശ്രമമാണ്. ഷീല, നീ അസത്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഒടുവിൽ നീ തന്നെ നിൻ്റെ നുണകൾ വിശ്വസിക്കുന്നു. നീയാവാൻ എനിക്ക് ധൈര്യമില്ല. എന്നെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയുവാൻ നീ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല. എൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ മാത്രമേ നിനക്ക് വിശ്രമവും ശാന്തിയും ആനന്ദവും ലഭിക്കുന്നുള്ളൂ എന്ന് എനിക്കും അറിയാം. എന്നിട്ടും നീ പരമ്പരാഗതമായ ആ വഴി നിനക്കായി തിരഞ്ഞെടുത്തു, ജീർണതയുടെ വഴി. നിൻ്റെ വിരൂപനായ ഭർത്താവിനെയും അയാളുടെ ശയ്യയെയും അയാളുടെ ജീർണിച്ച വചനങ്ങളെയും ഇഷ്ടപ്പെടുന്നുവെന്ന് നീ അഭിനയിച്ചു. ഒടുവിൽ നീ ആരുമില്ലാത്തവളായി, ആർക്കും വേണ്ടാത്തവളായി. പ്രമേഹക്കുരു പഴുത്ത് ജീർണിച്ച അവയവങ്ങളെ മുറിച്ചു നീക്കാനോ ഗർഭത്തിൽ നിന്ന് സിസേറിയൻ ചെയ്ത് ശിശുവിനെ എടുക്കാനോ ചിലർക്ക് നിന്നെ ആവശ്യമുണ്ടായിരുന്നു. അവർക്കല്ലാതെ ആർക്കാണ് നിന്നെ ആവശ്യം? കല്യാണിക്കുട്ടി ചോദിച്ചു. കോടിയലക്കാത്ത മുണ്ടിൻ്റെ ഉലച്ചിൽ പോലെയായിരുന്നു അവളുടെ സ്വരം. അതിൽ ആത്മവിശ്വാസം തുടിച്ചു നിന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ഭർത്താവിന് എന്നെ വേണം. അദ്ദേഹം എന്നെ തീർച്ചയായും സ്നേഹിക്കുന്നു, ഞാൻ പറഞ്ഞു. അദ്ദേഹം, നിൻ്റെ പടുവീർത്തനായ അദ്ദേഹം നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തിനായി ഇന്നലെ മധ്യാഹ്നം മുഴുവൻ എൻ്റെ ഹോട്ടൽ മുറിയിൽ കഴിച്ചുകൂടി? എന്നോട് പ്രേമ അഭ്യർത്ഥന ചെയ്തുകൊണ്ട് ആ വിഡിയൻ്റെ മുറിയിൽ 4 മണിക്കൂറോളം തങ്ങി. നിൻ്റെ ഭർത്താവായതുകൊണ്ട് മാത്രം ഞാൻ ആ മനുഷ്യനെ ചവിട്ടി പുറത്താക്കിയില്ല. അയ്യേ, നീ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കരുത് കല്യാണിക്കുട്ടി. നിന്നെ ദൈവം ശിക്ഷിക്കും. ഒരിക്കലെങ്കിലും മറ്റൊരു സ്ത്രീയെ നോക്കാതെ എൻ്റെ ഭർത്താവ് നിന്നെ പ്രേമിക്കുകയോ? ഈ കഥ ആരാണ് വിശ്വസിക്കുക? ഞാൻ ചോദിച്ചു. നിന്നെപ്പോലൊരു വിഡ്ഢിയെ ഞാൻ കണ്ടിട്ടില്ല ഷീല. അയാൾ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. നിന്നോടുള്ള വിവാഹം അയാൾക്ക് സമൂഹത്തിലൊരു മാന്യത നേടിക്കൊടുത്തു. മാന്യമായി അഭിനയിക്കാൻ അന്ന് അയാൾ തീരുമാനിച്ചു. ആ നാട്യം നിന്നെ മാത്രമല്ല കബളിപ്പിച്ചത്, ഈ നഗരത്തിലെ പ്രധാനികളെയെല്ലാം അത് കബളിപ്പിച്ചു. ഒരൊറ്റ നോട്ടം കൊണ്ട് ഞാൻ അയാളുടെ ഹൃദയഭാഗത്തെ ഹീനാഭിലാഷങ്ങൾ കണ്ടറിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. അഭിനയം നിർത്തിവെച്ച് കുറച്ചു നേരം എൻ്റെ അടുത്ത് കഴിയുവാൻ ആ പാവം ആശിച്ചു. പക്ഷേ എനിക്കിത്തരം പുരുഷന്മാരെ ആവശ്യമില്ല. ഇവരെല്ലാം പടുമൃഗങ്ങളാണ് ഷീല. ഞാൻ നിന്നെ വേദനിപ്പിച്ചു. ഒരിക്കൽ നീ എന്നെ വേദനിപ്പിച്ചിരുന്നു, തുടർച്ചയായി വേദനിപ്പിച്ചു.
ഇനി ആ കളി കളിക്കുവാൻ എൻ്റെ ഊഴമായി ഷീല, കല്യാണിക്കുട്ടി പറഞ്ഞു. എൻ്റെ ഭർത്താവ് ക്ലബ്ബിൽ നിന്നും മടങ്ങിയെത്തിയത് കൊണ്ട് ഞങ്ങളുടെ സംഭാഷണം വേറെ വിഷയങ്ങളെ തേടി തുടങ്ങി. എനിക്ക് അവളോട് ശാരീരികമായ ഒരു ആകർഷണം പണ്ട് അനുഭവപ്പെട്ടിരുന്നു. അതും മിഥ്യയാണെന്ന് സങ്കല്പിച്ച് ജീവിക്കുവാൻ ഞാൻ വർഷങ്ങളോളം ശ്രമിച്ചു. ഫലിച്ചില്ല. അവൾ എൻ്റെ ഭർത്താവിൻ്റെ പ്രേമപ്രകടനത്തെപ്പറ്റി എന്നെ അറിയിച്ച നിമിഷം മുതൽ ഞാൻ അവളുടെ കാന്തവലയത്തിൽ നിന്നും പുറത്തായി. വർഷങ്ങളുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും അപരാധ ബോധങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രയായി എന്നെനിക്ക് തോന്നി. വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഞാൻ കല്യാണിക്കുട്ടിയെ കണ്ടു. അവളൊരു ടാക്സിയിൽ നിന്നും തലകുനിച്ചിറങ്ങുകയായിരുന്നു. കൂടെ സുധാകരനും അമ്മിണിയും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ കാറ് പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും അവൾ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ ഉറക്കെ വിളിച്ചു, കല്യാണിക്കുട്ടി. അവൾ ആ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. എന്നിട്ട് തൻ്റെ വാച്ചിലോട് കണ്ണോടിച്ചു. എനിക്ക് സമയമായിട്ടില്ല, വാ, നമുക്ക് 10-15 മിനിറ്റ് പുറത്തിരുന്ന് ചായ കുടിക്കാം, അവൾ പറഞ്ഞു. എന്നിട്ട് ചക്രങ്ങളുള്ള തൻ്റെ തോൾപ്പെട്ടി ഉരുട്ടിക്കൊണ്ട് എൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ടും അവൾ നടന്നു. അവളെ എല്ലാവരും വിടർന്ന കണ്ണുകളാൽ നോക്കി. അവളുടെ കൂടെ നടക്കുമ്പോൾ എൻ്റെ വാർദ്ധക്യ ചിഹ്നങ്ങൾ പൂർവാധികം പ്രകടമായെന്ന് എനിക്ക് തോന്നി. എൻ്റെ നരകേറിയ മുടി, എൻ്റെ സാവധാനത്തിലുള്ള നടത്തം, എൻ്റെ തോളുകൾ മുൻപോട്ടുള്ള ചായ്വ്. ഒരുപക്ഷെ ഞങ്ങളെ നോക്കിയവർ ഞാൻ അവളുടെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം. എല്ലാവരും വിചാരിക്കും ഞാൻ നിൻ്റെ അമ്മയാണെന്ന്, ഞാൻ പറഞ്ഞു. രൂപസാദൃശ്യമുണ്ട് എന്ന് എനിക്ക് എന്നേ അറിയാമായിരുന്നു. അതിനുള്ള കാരണം ഞാൻ അറിഞ്ഞതും നിൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ്. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ വല്ലായ്മയോടെ ചോദിച്ചു. നിൻ്റെ അച്ഛൻ്റെ മരണശേഷം അദ്ദേഹം എഴുതി വെച്ചൊരു കത്തും കുറച്ച് പണവും നിങ്ങളുടെ കാര്യസ്ഥൻ എന്നെ സ്വകാര്യമായി ഏൽപ്പിച്ചു. ഒരിക്കലെങ്കിലും ഞാൻ നിൻ്റെ അച്ഛനായിരുന്നു എന്ന് പറയുവാൻ മടിച്ച ആ മനുഷ്യനെ ഞാൻ ആ നിമിഷത്തിൽ കഠിനമായി വെറുത്തു. കല്യാണിക്കുട്ടി സംസാരം നിർത്തി ചായ കുടിക്കാൻ മുതിർന്നു. എനിക്കിത് മാത്രം വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛനും അമ്മയും എത്ര രമ്യതയിലാണ് കഴിഞ്ഞിരുന്നത്. അച്ഛൻ അമ്മയെ വഞ്ചിച്ചുവെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? ഞാൻ ചോദിച്ചു. ഞാൻ ആ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിനക്ക് വായിക്കാനായി ഞാനതിൻ്റെ കോപ്പി എടുത്ത് തപാലിൽ ഇടാം. നീ എൻ്റെ സഹോദരിയാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ നിന്നെ അത്ര കണ്ട് ആരാധിച്ചിരുന്നു ഷീല. നിന്നോട് തോന്നിയ സ്നേഹം എനിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല. എൻ്റെ രണ്ടാം ഭർത്താവ് ഒരു ശുദ്ധ പാവമായിരുന്നു. എന്നെ ഭാര്യയായി കിട്ടിയപ്പോൾ തനിക്ക് കോഹിന്യൂർ രത്നം കിട്ടിയെന്ന ഭാവമായിരുന്നു അയാൾക്ക്. സമ്പന്ന ജീവിതം നയിക്കുവാൻ അയാൾ എന്നെ പഠിപ്പിച്ചു. സകല ദുഃഖങ്ങളും ഞാൻ മറന്നു. സകല സുഖങ്ങളും എനിക്ക് ലഭിച്ചു. പക്ഷേ ഒരിക്കലും വിശക്കുവാൻ തരപ്പെടാതെ ജീവിക്കേണ്ടി വന്നതിനാൽ ഞാൻ ദുഃഖിതയായി. വിശപ്പില്ലെങ്കിൽ രുചി എങ്ങനെ നിലനിർത്തും? ഒടുവിൽ അയാൾ മരിച്ചപ്പോൾ വീണ്ടും ഞാൻ സ്വതന്ത്രയായി. എൻ്റെ ദുഃഖങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ നടത്തുവാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എനിക്ക് കരയുവാൻ ആഗ്രഹമുണ്ടായി. പണ്ടത്തെ പോലെ തലയടിച്ച് കരയുവാൻ. പക്വത ഉപേക്ഷിച്ച് വീണ്ടും നീ അറിഞ്ഞ കല്യാണിക്കുട്ടിയാവാൻ ഞാൻ ആശിച്ചു. നീ എന്നെ പോ പെണ്ണെ എന്ന് പറഞ്ഞ് വീണ്ടും ശകാരിക്കുമെന്ന് ഞാൻ ആശിച്ചു. ബാല്യകാലത്തിൻ്റെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ മോഹിച്ചു. കല്യാണിക്കുട്ടി തൻ്റെ കവിളുകളിൽ കൈത്തലങ്ങളിൽ താങ്ങിക്കൊണ്ട് എൻ്റെ നേർക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ആഴം വർദ്ധിച്ചതായി എനിക്ക് തോന്നി. നീ അമ്മിണിയെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ ചോദിച്ചു. അമ്മിണിക്കുട്ടിയെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ അവളുടെ യാത്ര ഉറപ്പിച്ചപ്പോൾ അവളുടെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. സുധാകരൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അമ്മിണിയുടെ യാത്ര റദ്ദാക്കി, കല്യാണിക്കുട്ടി പറഞ്ഞു. ഞാനൊന്നും അറിഞ്ഞില്ല. നീയൊന്നും അറിയുന്നില്ല. നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കുന്നതും നീ അറിയുന്നില്ല. നീ ചലിക്കുന്ന ശവം മാത്രമാണ് ഷീല. ശരിയാണ്, എല്ലാവരും പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. കാരണം എൻ്റെ പേര് ഇതേവരെ വർത്തമാന പത്രക്കടലാസിലെ ചരമക്കുറിപ്പിൽ വന്നിട്ടില്ല. സന്ദർശകർ വരുമ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്രവാതിൽ തുറക്കുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഉറപ്പിക്കുന്നു, ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. കല്യാണിക്കുട്ടി എഴുന്നേറ്റ് നിന്നു. അവൾ വീണ്ടും പണ്ടത്തെ പോലെ എന്നെ ചുംബിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവൾ പുഞ്ചിരി തൂക്കുക മാത്രം ചെയ്തു. രസകരമായ ഒരു ഒഴിവുകാലം കഴിഞ്ഞ് ഞാൻ പോകുന്നു. എല്ലാറ്റിനും നന്ദി. വീണ്ടും എന്തെങ്കിലും കാണാം. അവൾ തൻ്റെ നീളമില്ലാത്ത മുടി ചലിപ്പിച്ചുകൊണ്ട് നടന്നു പോകുന്നത് നോക്കി ഞാനൊരു പ്രതിമ കണക്കെ നിശ്ചലമായി നിന്നു. ഒടുവിൽ
അവളെ കാണാതായപ്പോൾ നഷ്ടബോധത്തോടെ ഞാൻ വിമാനത്താവളത്തിൻ്റെ പുറത്തേക്ക് കടന്നു. എൻ്റെ കാലുകൾ ക്ഷീണത്താൽ തളരുന്നതായി എനിക്ക് തോന്നി. എൻ്റെ വീടും അതിൽ നിരത്തിവെച്ച മനോഹര വസ്തുക്കളും എൻ്റെ വൃദ്ധ ഭർത്താവും എൻ്റെ രോഗികളും എല്ലാം അടങ്ങിയ പരിചിത ലോകത്തിലേക്ക് വീണ്ടും ചെന്നെത്തുവാൻ എനിക്ക് മനസ്യം തോന്നി. പക്ഷേ എനിക്ക് ജീവിക്കാൻ മറ്റൊരിടമില്ലല്ലോ. ഞാൻ തന്നെത്താൻ പറഞ്ഞു. എന്നെ സ്നേഹിക്കുവാൻ ഇനി ആരുമില്ലല്ലോ. ഞാൻ എൻ്റെ ഭർത്താവും ഒന്നിച്ച് സുധാകരൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ അമ്മിണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെ നാളെ വീട്ടിലേക്ക് കൊണ്ടുവരും, അവൾ പറഞ്ഞു. ബോധം തെളിഞ്ഞുവോ? ഉവ്വ. ആസ്പത്രിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് 5-10 മിനിറ്റ് നേരം അവിടെ വിശ്രമിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ചുമലുകൾ നോവുന്നതായി എനിക്ക് തോന്നി. അമ്മിണി, നീ എന്തിനാണ് ഇനിയും കരയുന്നത്? നിന്റെ അമ്മ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവല്ലോ, ഞാൻ അവളോട് ചോദിച്ചു. അവൾ തൻ്റെ പുറം കൈ കൊണ്ട് കണ്ണുനീർ തുടച്ചു. ഞാൻ അമ്മയെ വെറുക്കുന്നു. എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ജീവിതം അവർ നശിപ്പിച്ചു, അമ്മിണി പറഞ്ഞു. ഞാൻ അമ്പരന്നു. അവൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ സംശയിച്ചു. എല്ലായ്പ്പോഴും ശാന്തശീലയായി കാണപ്പെട്ടിരുന്ന ആ പെൺകുട്ടിക്ക് എന്തു പറ്റി? ഞാൻ അവളെ വാരിപ്പുണർന്നു. എന്തുകൊണ്ടാണ് നീ സ്വന്തം അമ്മയെ ഇന്നിത്ര വെറുക്കുന്നത്? അവർ പാവം. നിങ്ങൾ രണ്ടുപേരുടെയും വിദ്യാഭ്യാസമില്ലെങ്കിലും നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവർ. അവരെ നീ ഒരിക്കലും വെറുക്കരുത്. സുധാകരനും നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ ഞാനും എൻ്റെ അച്ഛനും സ്വതന്ത്രരാവില്ല. എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാനും അവിടെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാനും അവസരം കിട്ടിയപ്പോൾ അവരത് തടയുവാൻ പരമാവധി ശ്രമിച്ചു. അവരുടെ മുഖ്യ ആയുധം കണ്ണുനീരാണ്. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടുള്ള ആ മുഖം ഞാൻ എത്ര തവണയായി കാണുന്നു. ഉണർന്നിരിക്കുമ്പോഴും വന്നെത്തുന്ന ഒരു ദുസ്വപ്നം പോലെയാണ് ആ മുഖം. അതെൻ്റെ ആശകളെ കെടുത്തുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അച്ഛനും ജീവിതത്തിൽ ഒരിക്കലും സുഖമുണ്ടായിട്ടില്ല. അദ്ദേഹം ഉറക്കെ ചിരിക്കുന്നത് കൂടി ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചിരി എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇന്ന് സന്തോഷത്തിൻ്റെ ലക്ഷണങ്ങൾ മുഖത്ത് കാണുന്നുണ്ടല്ലോ എന്ന് അമ്മ അച്ഛനോട് പൗരുഷത്തോടെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സന്തോഷിക്കുന്നതും ഒരു മഹാപാപമാണെന്ന് അവർ ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവർ മരിച്ചാലും ഞാൻ കരയുകയില്ല. അമ്മിണിയുടെ മുഖം തലോടാൻ നീട്ടിയ കൈ ഞാൻ പെട്ടെന്ന് പിൻവലിച്ചു. എൻ്റെ സന്തോഷം കെടുത്തുവാനാണ് അമ്മ ശ്രമിച്ചത്. എന്നെ ഡോക്ടർ കല്യാണിക്കുട്ടി സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവർ ഹിസ്റ്റോറിക്കലായി. ആ മഹതി എന്നെയും അച്ഛനെയും വശീകരിച്ച് തൻ്റെ കൂടെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു എന്നു പറഞ്ഞ് അമ്മ തല നിലത്ത് തല്ലി ഉറക്കെ കരഞ്ഞു തുടങ്ങി. സൗന്ദര്യമില്ലാത്ത സ്ത്രീകളുടെ അസൂയ പോലെ വികൃതമായ മറ്റൊരു വികാരം ഭൂമിയിലുണ്ടോ? പ്രകൃതി വിരുദ്ധമായ ബന്ധമാണ് എൻ്റെയും ഡോക്ടർ കല്യാണിക്കുട്ടിയുടെയും എന്നുകൂടി അമ്മ പ്രസ്താവിച്ചു. അവരോട് എനിക്ക് തോന്നുന്ന സ്നേഹം പ്രകൃതി വിരുദ്ധമാണോ? സത്യം പറയൂ. എൻ്റെ മുഖത്തേക്ക് കണ്ണോടിച്ചുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ഭർത്താവും പറഞ്ഞു. നീ വല്ലാതെ വളർന്നിരിക്കുന്നു. വീട്ടിൽ പോയി അല്പനേരം കിടക്കുക. പിന്നീടാവാം ആസ്പത്രിയിലേക്കുള്ള യാത്ര. ഞാൻ അനുസരിച്ചു. എനിക്ക് അമ്മിണിക്കുട്ടിയുടെ കണ്ണുകളെ നേരിടുവാൻ കരുത്ത് കിട്ടിയിരുന്നില്ല. അവളുടെ അവസാനത്തെ ചോദ്യം എൻ്റെ മനസ്സിൻ്റെ തടാകത്തിൽ ചൂണ്ട എന്ന പോലെ വീണതായി എനിക്ക് തോന്നി. കാറിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ മാസം വരെ സമാധാനമായി കഴിഞ്ഞ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ കവിളുകൾക്ക് കീഴിൽ വെളുത്ത രോമം വളർന്നു നിൽക്കുന്നത് ഞാൻ അപ്പോഴാണ് കണ്ടത്. നിങ്ങളിന്ന് ക്ഷൗരം ചെയ്തിട്ടില്ലേ? ഞാൻ ചോദിച്ചു. അദ്ദേഹം ആ രോമം തൊട്ടുകൊണ്ട് പുഞ്ചിരിച്ചു. ഞാൻ ക്ഷൗരം ചെയ്താലും ചെയ്തില്ലെങ്കിലും ആർക്ക് ഛേദം? എൻ്റെ മുഖത്ത് ആരും നോക്കാതായിട്ട് കാലം എത്രയായി? അർഹിക്കുന്ന ജീവിതകാലം അതിജീവിച്ച ഒരു വൃദ്ധനാണ് ഞാൻ. സ്വന്തം ഭാര്യയുടെ കണ്ണിൽ വെറുമൊരു കോമാളിയായി കഴിഞ്ഞ നിർഭാഗ്യവാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൈ തൊടാമായിരുന്നു. പണ്ടത്തെ പോലെ ആ കണ്ണുകളിലേക്ക് ചൂഴ്ഞ്ഞു നോക്കാമായിരുന്നു. പക്ഷേ മാപ്പ് കൊടുക്കാനുള്ള സന്മനസ് എനിക്കുണ്ടായില്ല. എന്നെ തന്നെ ക്ഷമിക്കുവാനുള്ള സന്മനസ് എനിക്കുണ്ടായില്ല. ഞാൻ ചലിക്കുന്ന ശവമായി കഴിഞ്ഞിരുന്നു. കല്യാണിക്കുട്ടിയുടെ വാക്കുകൾ ഞാൻ വീണ്ടും വീണ്ടും ഓർത്തു. 22 ദിവസത്തിൻ്റെ അവധിയിൽ അവൾ വന്നു മടങ്ങുമ്പോഴേക്കും അവൾ എല്ലാവരുടെയും ജീവിതം താറുമാറാക്കി. ഞാൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. സ്ത്രീകൾ 2 തരക്കാരാണ്. ഒരു കൂട്ടർ വെറും അമ്മമാരാണ്. അവർക്ക് ആശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട്, മാപ്പ് കൊടുക്കാനും. രണ്ടാമത്തെ കൂട്ടർ നാശം വിതയ്ക്കുന്നവരാണ്, ഭദ്രകാളികൾ. നശിപ്പിക്കാതിരിക്കാൻ അവർക്ക് സാധ്യമല്ല, അദ്ദേഹം പറഞ്ഞു. കല്യാണിക്കുട്ടി നശിപ്പിച്ച ബന്ധങ്ങൾ ഓരോന്നായി ഞാൻ ഓർത്തു. ബാല്യകാലം മുതൽ വാർദ്ധക്യകാലം വരെ അവൾ കാരണം ഞാൻ എത്രയോ തവണ കണ്ണുനീർ പൊഴിച്ചു. അവളിനി ഇന്ത്യയിലേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു, ഞാൻ പറഞ്ഞു. അവൾ വരും. നിന്നെ മറക്കുവാൻ അവൾക്കൊരിക്കലും സാധിക്കുകയില്ല. എന്നെയോ? അതൊന്നുമില്ല.
ഇന്ന് വിമാനത്താവളത്തിൽ വെച്ച് അവളൊരു തണുപ്പൻ മട്ടിലാണ് എന്നോട് സംസാരിച്ചു പിരിഞ്ഞത്. ഇനിയൊരിക്കലും അവൾ എന്നെ കാണുവാൻ വരില്ലെന്ന് എനിക്കുറപ്പുണ്ട്. നീ അവളെ സ്നേഹിക്കുന്ന കാലത്തോളം അവൾ നിന്നെ ഉപേക്ഷിക്കില്ല, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ചിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. നോക്കിയപ്പോൾ ഒരു ഗൗരവ ഭാവം മാത്രമേ ആ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങളെന്നെ കളിയാക്കുകയാണോ? കളിയാക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ ഡോക്ടർ ഷീല. എനിക്ക് ഒരേ ഒരു എതിരാളിയെ മാത്രമേ നേരിടേണ്ടി വന്നിട്ടുള്ളൂ, ഡോക്ടർ കല്യാണിക്കുട്ടിയെ. അവൾക്ക് മാത്രമേ നിന്നെ എന്നിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് അന്നേ മനസ്സിലായി. മധുവിധുവിൻ്റെ കാലത്തും അവളുടെ നിഴൽ നമുക്കിടയിൽ സ്ഥാനം പിടിച്ചിരുന്നു. എൻ്റെ ഓരോ പ്രേമപ്രകടനവും അവളുടേതായി താരതമ്യപ്പെടുത്തുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. അവളുടെ പിന്നിൽ കടന്നു വന്നവനായിരുന്നു ഞാൻ. ഒരു കൊടുങ്കാറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം അറച്ചറച്ച് വന്നെത്തുന്ന വെറും ചാറ്റൽ മഴയായിരുന്നു ഞാൻ. പിന്നീട് എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ലജ്ജ തോന്നി. കണ്ണാടിയിൽ പ്രതിഫലിച്ച എൻ്റെ മുഖം ഒരപരിചിതയുടെ മുഖമാണെന്ന് എനിക്ക് ആ നിമിഷം തോന്നിപ്പോയി. മാഞ്ഞു പോവാത്ത സിന്ദൂരപ്പൊട്ടും വെള്ളിയിഴകൾ തെളിഞ്ഞ മുടിയും തിളക്കമുള്ള കവിളുകളുമുള്ള ആ സ്ത്രീ ഞാനോ? ഒരിക്കലുമില്ല. കൂട്ടുകാരിയെ ആലിംഗനം ചെയ്ത് അവളുടെ ചുംബനത്തിൽ നിർവൃതി തേടുന്ന ഒരു പെൺകിടാവ് മാത്രമായി ഞാൻ രൂപാന്തരപ്പെട്ടു. മണിക്കൂറുകളോളം കുളത്തിൽ നീന്തി കുളിച്ചതിനാൽ കുളച്ചണ്ടിയുടെയും പായലിൻ്റെയും വെള്ളിയിലയുടെയും ചീറ്റാമൃതിൻ്റെയും ആമ്പലിൻ്റെയും മണവും സ്വാദുമുള്ള കാമുകിയുടെ ശരീരസ്പർശനത്തിൽ സ്വർഗാനുഭൂതികൾ കണ്ടെത്തിയവൾ. ഓ എൻ്റെ ഓമനെ, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? കാറിൽ മെല്ലെ നിറയുന്ന ഇരുട്ടിനോട് ഞാൻ മന്ത്രിച്ചു. ഏയ്, നീ എന്നോട് വല്ലതും പറഞ്ഞോ ഡോക്ടർ ഷീല? അദ്ദേഹം ചോദിച്ചു. ഇല്ല, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല, ഞാൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നിരത്തിൻ്റെ രണ്ടു വശത്തും നീലവിളക്കുകൾ ചാഞ്ചാടി. വാഹനങ്ങൾ ശബ്ദിച്ചുകൊണ്ട് ചീറിക്കൊണ്ടേയിരുന്നു. പാലം കടന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് കാറോടിക്കുമ്പോൾ മത്സ്യഗന്ധം കാറ്റിലൂടെ വന്നു. ഇരുണ്ട വെളിച്ചത്തിൽ നിന്നും കല്യാണിക്കുട്ടിയുടെ ബാലിശമായ പൊട്ടിച്ചിരി ഉയരുന്നു. മാധവിക്കുട്ടി എഴുതിയ ചന്ദനമരങ്ങൾ എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥയും ഈ കഥാപാത്രങ്ങളും നിങ്ങളുടെ മനസ്സിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. കാരണം 1987 ഈ നോവൽ എഴുതുമ്പോൾ ഒരു പക്ഷേ അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്ക് ഡോക്ടർ കല്യാണിക്കുട്ടിയും ഡോക്ടർ ഷീലയും കാണാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ 2025 നമ്മൾ ഡോക്ടർ കല്യാണിക്കുട്ടിയെയും ഡോക്ടർ ഷീലനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട് അല്ലേ? എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും അതും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. വിമർശനങ്ങളുണ്ടെങ്കിൽ അതും എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. ബൈ.